ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയുടെ കയ്യിൽ കിട്ടിയ ആ ഒരു തുണ്ട് പേപ്പർ വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ഡയറി വെച്ച് രഞ്ജിതയെ പൂട്ടാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ സുമിത്ര തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സുമിത്രയുടെ ആ പറച്ചിലും അല്ലെങ്കിൽ സുമിത്രയുടെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ച് വിറച്ച് നിൽക്കുന്ന രഞ്ജിത അരവിന്ദനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അരവിന്ദൻ പറഞ്ഞത് അത് നീ അറിയാതെ എടുത്തതായിരിക്കുമെന്ന്. അത് പറഞ്ഞ് തീർന്നില്ല. അരവിന്ദൻ്റെ തല തല്ലി പറിക്കുന്ന രീതിയിലായിരുന്നു രഞ്ജിത അരവിന്ദനോട് ദേഷ്യപ്പെട്ടത്. നിങ്ങളെല്ലാം എടുത്തു കൊടുത്തിട്ട് തോലച്ചിട്ട് നിങ്ങൾ വർത്തമാനം പറയരുതെന്നും പറഞ്ഞു. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ ഡയറി കിട്ടണം, ആ ഡയറി കിട്ടിയേ പറ്റൂ, ആ ഡയറി കിട്ടാതെ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഞാനിപ്പോൾ ആ ഡയറി എവിടെ പോയി എടുക്കാനാണെന്ന് ചോദിച്ചപ്പോൾ എവിടെ നിന്നാണെന്ന് എനിക്കറിയണ്ട, എങ്ങനെയാണെങ്കിലും ആ ഡയറി എനിക്ക് കൈ കിട്ടിയിരിക്കണം. ആ ഡയറിയിൽ വളരെ നിർണായകമായ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇത്രയും ധൈര്യത്തിൽ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഇനി അവൾക്ക് ആ ഡയറി വെച്ച് മുന്നേറാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കളി കാര്യമാകും എന്നുള്ള കാര്യം പറയുവാണ് രഞ്ജിത. ഒരു കാരണവശാലും സുമിത്രയുടെ കൈകളിൽ അത് ഉണ്ടാകാൻ പാടില്ല. അത് സുമിത്രയുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ. എന്നിട്ട് ഇവർ തമ്മിൽ ഈ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ രഞ്ജിത അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് പോയി. രഞ്ജിത പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ, എല്ലാം എടുത്തോ എന്ന് പറയുന്നുണ്ട്. ഞാൻ എവിടുന്നാ എടുക്കണം? സുമിത്ര എവിടെ കൊണ്ടേ അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണെന്നൊക്കെ ആർക്കറിയാം? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിച്ച അരവിന്ദൻ. എടുത്തു കൊടുത്താലോ എടുത്തു കൊടുത്തില്ലേലോ എല്ലാം പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദൻ എവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധുവിനെ കേട്ടോ. സിദ്ധു ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ സിദ്ധുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടൻ സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ വന്ന് സിദ്ധുവിനോട് സാറിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കായിരുന്നെന്ന് പറഞ്ഞു. സിദ്ധു പറഞ്ഞു, എന്തായാലും ശ്രീനിലയം തിരിച്ചു പിടിക്കാതെ ഇനി എനിക്ക് വിശ്രമമില്ല എന്നുള്ള കാര്യം നമ്മുടെ സിദ്ധു പറഞ്ഞപ്പം സാറിന് അമ്മയെയും സുമിത്രമേടത്തിനെയും മക്കളെയും ഒക്കെ കാണണ്ടേന്ന് ചോദിച്ചപ്പം വേണം, കാണണം, എല്ലാവരെയും കാണണം, എല്ലാവരെയും കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും ഇയാൾ പറഞ്ഞു അവരൊക്കെ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, സാർ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ആരും എവിടെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ, അപ്പോൾ കണ്ടുപിടിക്കാം, സാർ വിഷമിക്കൊന്നും വേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി, അത് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ സിദ്ധുവിന് വിശ്വാസമായി. സിദ്ധു ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ ഒരു സംസാരത്തിനൊടുവിൽ അയാൾ തറപ്പിച്ചു പറഞ്ഞു അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ സംസാരിച്ച് അവർ അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. നമ്മുടെ സിദ്ധു വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് സുമിത്രയും ശീതളും തമ്മിൽ കാണുക. അപ്പോൾ സുമിത്രയും ശീതളും തമ്മിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നാളുകൾക്ക് ശേഷമാണ്. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അമ്മയെ കാണാൻ ശീതളിനെ സച്ചിൻ അനുവദിച്ചിരുന്നില്ല, അതുപോലെ തന്നെ മകളെ കാണാൻ അമ്മയെയും അനുവദിച്ചിരുന്നില്ല. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന സമയം. അങ്ങനെ അമ്മയും മോളും കൂടെ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഈ സച്ചിൻ അവിടെ നിന്ന് പോയ സമയം നോക്കി അമ്മയുമായി ഫോണിൽ സംസാരിച്ചു മകൾക്ക് പരസ്പരം കാണാനുള്ള ആഗ്രഹവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മയും മകളും കൂടെ കാണാൻ തീരുമാനിച്ചു. അമ്മ മകൾക്കരികിലേക്ക് ചെല്ലുവാണ്. മകൾക്കരികിലേക്ക് ചെന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അന്നത്തെ വിഷയത്തെ പറ്റി അവൻ എന്താണ് മോളോട് പറഞ്ഞത് എന്നുള്ള കാര്യം ചോദിച്ചു. അത് പിന്നെ അന്ന് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയത് സച്ചിന് വല്ലാത്ത വിഷമമായി പോയമ്മേ, അതുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. സച്ചിൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടമ്മേ, സച്ചിൻ എന്നെ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് ശീതൾ വീണ്ടും പറഞ്ഞപ്പോൾ സച്ചിൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മോളെ, അതിൻ്റെ തെളിവാണ് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്താ അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ നിനക്ക് എന്തിൻ്റെ പേരിലാണ് ആ ടാബ്ലറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് എനിക്ക് നടുവേദനയ്ക്ക്. എന്നാലേ അത് നിനക്ക് നടുവേദനയ്ക്ക് അവൻ തരുന്ന ടാബ്ലറ്റുകളല്ല, മറിച്ച് ഗർഭനിരോധന ഗുളികകളാണെന്ന് പറഞ്ഞപ്പോഴേക്കും ശീതൾ ഞെട്ടി. അമ്മ പറയുന്നത് സത്യമാണ് മോളെ, അമ്മ ആ ഗുളികകൾ കൊണ്ടുപോയി അത് കൃത്യമായി അതിൻ്റെ ഇതിലൂടെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നത്. അവൻ നിന്നെ ചതിക്കുകയാണ്. അവൻ നിന്നെ ഒരിക്കലും ഒരമ്മയാകാൻ സമ്മതിക്കില്ല. ഈ ജന്മം നീ ഒരമ്മയാവുകയുമില്ല. നിന്നെ അമ്മയായി കാണാൻ അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിനക്കൊരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം അവൻ തരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതളി ഞെട്ടി. ശീതളിനൊട്ടും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു കാര്യം, ഒട്ടും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അമ്മ ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ശീതൾ കരഞ്ഞപ്പോഴേക്കും ഭാവി നഷ്ടപ്പെട്ടു. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ജോലിക്ക് പോകാനുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടറായി മാറേണ്ട ശീതളിൻ്റെ ജീവിതം കല്ലേലിട്ട കലമായി പോയി എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ സുമിത്ര ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയും മോളും കൂടി അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സച്ചിൻ്റെ ചതികൾക്ക് നിന്നു കൊടുക്കാൻ
സച്ചിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവരങ്ങ് തീരുമാനിച്ചു. അത് ചെവി അറിയാതെ സച്ചിൻ ഇനി തരുന്ന ഗുളികകളൊന്നും കഴിക്കരുതെന്ന് മകളോട് അമ്മ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പം അതെല്ലാം മകൾ ഏൽക്കുകയും ചെയ്തു. ഞാൻ കഴിക്കില്ല അമ്മയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുമിത്ര ഇവിടെ നിന്ന് സമാധാനപരമായി ഇങ്ങ് പോരാനായിട്ട് ഒരുങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധു ഇവരൊക്കെ എവിടെയുണ്ടെന്ന്, അതായത് സുമിത്രയും അവരെല്ലാവരും എവിടെയുണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിച്ച ആ ഒരു ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് വന്ന് ആ മറ്റേ ചേട്ടൻ പറഞ്ഞു, ഇന്ന പോലെ ഇന്നടുത്താണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ അഡ്രസ്സ് സഹിതം പറയുകയാണ്. അങ്ങനെ നമ്മുടെ സിദ്ധു അവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓരോരുത്തരെ അന്വേഷിച്ച് പോകുന്നു. ആദ്യം പോകുന്നത് രഞ്ജിതയുടെ വീട്ടിലേക്കാണ്. അപ്പം സിദ്ധു കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇങ്ങനെ സരസ്വതി അമ്മയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായതിൻ്റെ പേരിൽ രോഹിത് സാറിൻ്റെ പെങ്ങളാണിപ്പോൾ സരസ്വതി അമ്മയെ നോക്കുന്നത്. അവിടെയാണ് സരസ്വതി അമ്മ ഉള്ളത്. അവിടെ പോയാലേ സരസ്വതി അമ്മയെ കാണാൻ പറ്റൂ. സുമിത്ര മേഡമാണ് നോക്കാനായിട്ട് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് സിദ്ധു നേരെ അങ്ങോട്ടേക്ക് പോവുക. അവിടെ വീട്ടിൽ ചെന്നു മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കി, വലിയ വീടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ കയറി ചെന്ന് ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അരവിന്ദൻ ആരാണെന്ന് അറിയാൻ ഇങ്ങനെ പിരുകോൻ ചുളിച്ചു പിടിച്ച് ഇറങ്ങി വന്നു. നോക്കുമ്പോൾ ഒരാൾ ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ അയാളെ അടിമുടി നോക്കി, ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെ ആരും ഇല്ലേ എന്നുള്ള ശബ്ദം സരസ്വതിയമ്മ മുറിയിൽ കിടന്ന് കേട്ടു. അത് സിദ്ധു അല്ലേ? സിദ്ധുവിൻ്റെ ശബ്ദമാണല്ലോ കേട്ടത്. മകൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും അമ്മയ്ക്ക് തിരിച്ചറിഞ്ഞു അത് മകനാണെന്ന്. സിദ്ധുവിൻ്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ് സരസ്വതി അമ്മ എങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ഇവിടെ സരസ്വതി അമ്മ ഇല്ലേ എന്ന് സരസ്വതി അമ്മയെക്കുറിച്ച് ഈ നമ്മുടെ സിദ്ധു ചോദിക്കുവാണ് അയാളോട്. സരസ്വതി അമ്മയോ? ഏത് സരസ്വതി അമ്മ? സരസ്വതി അമ്മയെ കാണാൻ നിങ്ങളാരാ സരസ്വതി അമ്മയുടെ? എനിക്ക് സരസ്വതി അമ്മയെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞ് അരവിന്ദനുമായിട്ട് സംസാരിക്കുമ്പം അരവിന്ദനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. സരസ്വതി അമ്മയെ അന്വേഷിച്ച് ഇവിടെ വരാൻ പാകത്തിന് ആരാ? അതായത് സരസ്വതി അമ്മ അത്ര വലിയ ആളാണോ? ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിലും മകൾക്ക് രക്ഷകയായി എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മകളെ പറഞ്ഞ് ഏൽപ്പിച്ച് സച്ചിൻ്റെ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മകൾക്ക് ഒരു വലിയ ഉപദേശം തന്നെ കൊടുത്ത് അവിടെ നിന്ന് മടങ്ങിപ്പോരുമായിരുന്നു. പക്ഷെ മടങ്ങിപ്പോരുന്ന സമയത്ത് അവിടെ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. എന്തായാലും നമ്മുടെ സിദ്ധു ഇവിടെ കൺവെട്ടത്ത് തന്നെ വന്നെത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് സുമിത്രയെ ഉപദ്രവിക്കാനായിട്ട് സച്ചിൻ ഒരു പരിപാടി ഒപ്പിക്കുന്നു. സുമിത്ര വന്നതും ശീതളിനെ കണ്ടതും ഇതെല്ലാം സച്ചിൻ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞ സച്ചിൻ വലിയൊരു ദ്രോഹം തന്നെ നമ്മുടെ സുമിത്രയോട്, അതായത് സുമിത്രയെ എങ്ങനെയെങ്കിലും പഴയ സ്റ്റേജിലേക്ക് ആക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ കടത്തിക്കൊണ്ട് പോവുക, ഇതൊക്കെ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡൊക്കെയാണ് നാളത്തെ കഥയിൽ തുടർന്നുള്ള ദിവസങ്ങളിലെ കഥകളിലൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ.